ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോണത്? നമ്മൾ ഇന്ന് ഷവർമ, ഹോം മെയ്ഡ് ഷവർമ. യെസ്, ഹോം മെയ്ഡ് ഷവർമയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. സോ ട്രൈ ചെയ്ത് നോക്കാം എന്നൊന്നും പറയില്ല, ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതാണ്. ഉറക്കി കിടത്തിയതാണ്, പക്ഷേ എണീറ്റ് വന്നിരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ ബാ. വീഡിയോ എടുക്കാൻ പോയപ്പോൾ നല്ല മഴക്കാറ്. അങ്ങനെ പിന്നെ അതും നോക്കിയിരുന്നു. അപ്പോഴേക്കും മീഷോന്നൊരു കോൾ. ഓർഡർ ചെയ്തേക്കണ മൈക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് വാങ്ങിച്ചു. ലൈറ്റ് ഇല്ല, മൈക്ക് കിട്ടി. നമുക്ക് ആ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ വാങ്ങിച്ച മൈക്ക്. എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടാ. 300 സംതിങ് രൂപയാണ്. മീഷോ പ്രൊഡക്റ്റ് ആണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഐഫോണിന് സപ്പോർട്ട് ആകുന്ന ടൈപ്പാണ് കേട്ടോ തന്നെ. ഇല്ല, നമുക്ക് മറ്റേ പിൻ മതിയല്ലോ. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. ചിക്കൻ വാഷിംഗ് ലൈറ്റ് ഇടറി. ചിക്കൻ വാഷ് കുറച്ച് നല്ല മഴയാണ്, പോയി നോക്ക്. ഓക്കെ, നൈസു, നമ്മുടെ വ്യൂ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഓ ഗായ്സ്, നോക്കൂ, വെരി വെരി ഹൊറബിൾ സിറ്റുവേഷൻ. കണ്ടോ, നല്ല സീൻ കണ്ടോ? പറ ദിശക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ മാത്രമായിട്ടൊന്നും ഇല്ല ഇവിടെ. യെസ്, നല്ല കാറ്റാണ്. കാറ്റെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ഇപ്പൊ പറയാ? കേട്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെ. അതിനാ നല്ല നല്ല മഴക്കാറാണ്. ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചരാട്ടാ. ഹലോ, ഇതാണ് നമ്മുടെ വീടും നമ്മുടെ വീടിന്റെ അവിടുത്തെ വ്യൂ പോയിന്റും ഇങ്ങനെയാണ് വന്നത്. ഇഷ്ടപ്പെട്ടവർ എന്തായാലും കമന്റിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഓക്കെ, വീഡിയോ എടുക്കണോണ്ട് ഭയങ്കര സ്നേഹം. വീഡിയോ എടുത്തില്ലെങ്കിൽ ഇത് റിയലിറ്റി കാണുന്ന പോലെ നല്ലതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെണ്ണുങ്ങൾ അല്ലെ ഇരിക്കണ ഒരിക്കലും ആരും ചെയ്യരുത് ഇതേപോലത്തെ അവസ്ഥ. വന്ന് പറഞ്ഞു പോയ ടോപ്പിക് എന്ന് പറയും. ഇപ്പൊ നമ്മളുടെ സാധനങ്ങളെല്ലാം നമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റംസ് എല്ലാം വരുന്നത്. പിന്നെ സമയം നീണ്ടുപോകൊണ്ട്, കാരണം നിങ്ങൾക്കും ഒരു മടുപ്പുണ്ടാവും, ചെയ്യുന്ന ഞങ്ങൾക്കും ഒരു മടുപ്പുണ്ടാവും. പക്ഷെ ചെയ്യിപ്പിക്കണ വന്നുപോയി ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടല്ലോ. സോ അർജുൻ കുറെ നേരം നിങ്ങളെ പറഞ്ഞു മടുപ്പിച്ചിട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾ. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. സോ ഞാൻ ഈ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വീട്ടിലല്ലേ, അതാണ് അങ്ങനത്തെ ഡ്രസ്സ് കിട്ടുന്നത്. ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത്. ഇതൊക്കെ ഇട്ട ചൂടാണ്. ഒന്നാമത് ഇപ്പൊ ചൂടുകാലം, ഇപ്പൊ തണുപ്പായിട്ടുണ്ട്, അതായത് ചൂടുകാലം അല്ലേ. അപ്പൊ അർജുൻ കുറെ നേരം സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കാൻ നോക്കുന്നത്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കിയാലോ? കാണാം. സോ ഇവിടെ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാല് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. എനിക്ക് തോന്നുന്നല്ല അവളിപ്പോ ഉള്ളി വിളിച്ച് കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് മൈദ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് പോവാം. അതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റണ കാര്യം. അതിന് ഇവിടെ സഹായമൊന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. ഓ ശരിയാണ്. പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കയ്യിലുള്ള അഴുക്ക് മൊത്തം നമ്മളിപ്പോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആഹാരമാണ്. അതെ അതെ, പുറത്തുനിന്നൊന്നും ആർക്കും കഴിക്കാൻ പറ്റില്ല. അത് ശരി. അത് ഞങ്ങളുടെ അത് ഇവരുടെ കുടുംബക്കാർ പണ്ടേ പുറത്തുനിന്നും കഴിക്കും. അത് പറയാൻ നിൽക്കരുത്. ഇല്ലാട്ടാ, സോനിയാസ് കാണിക്കണം. എന്തോ വെള്ളമൊക്കെ എടുത്തിട്ട് ആകെ ഇത്തരം പൊടിക്ക്
കുറച്ച് വെള്ളം മണക്കാൻ എടുത്തിട്ട് വന്നില്ല. ഓ അത് പറയാൻ വിട്ടുപോയി. ഇത് മൈദയും ഈസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടതാണ്. ഈസ്റ്റ് തീർന്നു. ഇല്ല ഈസ്റ്റും തീർന്നിട്ടൊന്നുമില്ല. ഈസ്റ്റിന്റെ വെള്ളം തീർന്ന്. വെള്ളം തീരും. ആ പറയാൻ വീഡിയോ എടുത്തതോ എനിക്ക് സമാധാനം. അർജുന ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് നിന്ന് എന്റെ പൊന്നു അടിച്ചടിച്ച് അങ്ങടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എളുപ്പ വഴി എന്താ? ഏതെങ്കിലും ഒരു ഉപകാരം ഓർക്കുക. അതെ. നിങ്ങൾക്ക് ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കണ്ട കാണിക്കണുണ്ടാ? സോ ഗൈസ്, അപ്പൊ നമ്മുടെ മാവ് ഇവിടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഉപ്പില്ലേ അവനാ കുഴച്ചത്, ഞാൻ മര്യാദ ഞാൻ ചെയ്തവനെ. അല്ലേ നീ അല്ലേ? ഞാൻ പക്ഷെ എടുത്ത് മാറ്റി വെച്ചെന്നുള്ളപ്പോഴേക്ക് ആരാവരോട് വന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന്. ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെയാണ് ഓർത്ത് ഉപ്പിടുന്നത്. അങ്ങനെ വെള്ളത്തില് കണ്ട അങ്ങനെയായി ഒരു മറവി. അത് ആർക്കായാലും സംഭവിക്കാവുന്നതാണ്. ആക്ച്വലി ഇത് കുക്കിംഗ് വ്ളോഗാണോ ഉദ്ദേശിക്കുന്നത് അതോ? ഓക്കെ, സോ നമുക്ക് ചിക്കൻ മസാലയൊക്കെ ഒന്ന് പെരട്ടി വെക്കാം. ആഫ്റ്റർ ദാറ്റ് നമുക്കൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അത് നമുക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് വിനാഗിരി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് വിനാഗിരി ഇട്ട് കൊടുക്കാതെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായേ. പിന്നെ അതേപോലെ ഡോവും ഞങ്ങളൊരു ഒരു അരമണിക്കൂറോളം റെസ്റ്റ്. പുറത്ത് നല്ല ഇടിവെട്ടും മഴയാണ്. ഡോണ്ട് മൈൻഡ്. യെസ്, അപ്പൊ ഞങ്ങളുടെ ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. എണ്ണ ഇങ്ങനെ ചൂടായി വന്ന് അതിലേക്ക് ചിക്കൻ എടുത്തിടാം നമുക്ക്. ഓക്കെ, അങ്ങനെ ചൂടെണ്ണയിലേക്ക് ഞങ്ങളുടെ ചിക്കൻ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. എന്നെ പറ്റി കുറ്റം പറഞ്ഞതാണ്. സോഫ്റ്റ് അല്ലേ ഓർവിൻ? ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യേണ്ടത് നമ്മള്, അല്ലെങ്കിൽ ചിക്കൻ ഓവറായിട്ട് ഡ്രൈ ആയി. ഞങ്ങളുടെ റൊട്ടി അപ്പം ഇവിടെ ചുട്ട് എടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നന്നായിട്ട് ഉള്ളൊക്കെ വേവുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വേഗം അത് കരിഞ്ഞു പോകുകയുള്ളൂ. അപ്പോൾ ചിക്കനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റൊട്ടിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നത്. കരിങ്കല്ല് എങ്ങനെ ചോദിച്ചാക്കിട്ട് റബ്ബർ വരെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്രാമത്തെ ഡ്രസ്സാണ്? മനുഷ്യൻ എങ്ങനെ പണി ഉണ്ടാക്കി തരാന്ന് നോക്കി നടക്കണം. ഇവിടെ മുട്ട ഇല്ലാതെ ഞാൻ ചോദിച്ചാണ് എന്തെങ്കിലും മേടിക്കണം. അപ്പൊ മുട്ട മേടിക്കണം. ഇപ്പൊ പറയാം മഴ പെയ്തോണ്ടിരിക്കണം. മഴയത്ത് പോയപ്പോ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെയും മഴയായി. ആദ്യത്തെ ഡ്രസ് എന്തിനാ മാറ്റിയത്? അതൊക്കെ എന്തിനാ ഇപ്പഴേ തിന്നു തുടങ്ങി കേട്ടോ. കൊള്ളാം, നല്ല അർജുനൻ കുഴച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് മയണൈസ് ഞങ്ങൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞ കളർ വേറെ ഒന്നല്ല, മുട്ടയുടെ മഞ്ഞ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എങ്ങനെയുണ്ട് അർജുൻ? സൂപ്പറിലൊരു സുഖമില്ലല്ലോ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്തൊരു ഷവർമ. Thank you for watching our video. Bye.